ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ബയോളജിയിലെ ബോട്ടണിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഫുൾ മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് ചോദ്യത്തിന്റെ ഏത് ചോദ്യം വന്നാലും അതിനുള്ള ആൻസേഴ്സ് മുഴുവൻ നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാലോ ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആൻഡ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, പിന്നെ സെക്ഷൽ ഡിപ്രഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെല്ലാം വരാൻ ചാൻസ് ഉള്ള ആ 3 മാർക്ക് ചോദ്യങ്ങൾ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മാർക്ക് ചോദ്യങ്ങൾ ഒന്നും തന്നെ മിസ്സാകില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുന്നത്. നമുക്ക് നോക്കാം അല്ലേ. റൈറ്റ് 3 റോൾസ് ഓഫ് പ്രെഡേറ്റേഴ്സ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞേക്കാണ്. അതായത് പ്രെഡേറ്റേഴ്സിന്റെ ഇവിടെയുള്ള റോൾസ് എന്തൊക്കെയാണ്, ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ എൻവറോൺമെന്റിലുള്ള റോൾ എന്താണെന്ന് ചോദിച്ചേക്കാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒന്ന് എനർജി ട്രാൻസ്ഫർ ആണ് ഇവരുടെ മേജർ റോള്. എനർജി ട്രാൻസ്ഫർ അല്ലേ. ഈ പ്രെഡേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു കാരണവശാലും എന്ത് പോകാനായിട്ട് പോകുന്നില്ല, എനർജി പോകാനായിട്ട് പോകുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇസ് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ അല്ലേ. അപ്പൊ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നു. പ്രേ പോപ്പുലേഷൻ കൺട്രോളിങ്, അതായത് പ്രേ പോപ്പുലേഷൻ ഇവിടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളിൽ തന്നെ കോമ്പറ്റീഷൻ നടക്കാനുള്ള ചാൻസുകളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവരെ ഒരു കാരണം വെച്ചാൽ അവർക്കിടയിൽ ഈ കോമ്പറ്റീഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് അവർ എന്ത് ചെയ്തേ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അത് ആര് ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രെഡേറ്റേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എക്കോളജിക്കൽ ബാലൻസ് ഒന്നും കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് പോകുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എക്കോളജിക്കൽ ബാലൻസ് ഇവിടെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എക്കോളജിക്കൽ ബാലൻസിങ് ഇവർ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള പ്രെഡേറ്റേഴ്സിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ. ആദ്യത്തെ രണ്ടെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. ഒന്ന് എനർജി ട്രാൻസ്ഫർ, അതായത് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോകുന്ന കാര്യമാണ്. പിന്നെ പ്രേ പോപ്പുലേഷനെ കൺട്രോളിലാക്കുന്നത് ഇവരുടെ ഒരു ജോലിയാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ഇത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ വന്ന ചോദ്യമായിരുന്നു അല്ലേ. അപ്പൊ ഈ 2 പോയിന്റുകൾ മസ്റ്റായിട്ട് അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ. അടുത്താണ് എക്കോളജിക്കൽ ബാലൻസിങ് എന്നത്. അതായത് ഇവിടെ ഈ പറയുന്ന ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ പ്രഡേഷനും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കറക്റ്റായിട്ട് ഇവിടെ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എക്സാമ്പിൾസ് ഓഫ് interactions between certain organism in different habitat are provided below. അതായത് കുറെ ഹാബിറ്റാറ്റ്സ് ഇവിടെ കൊടുത്തേക്കാണ്. അത് വെച്ചിട്ട് അത് പാരസൈറ്റിസം ആണോ, മ്യൂച്വലിസം ആണോ, കമൻസാലിസം ആണോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നോക്കിയേ, ടിക്സ് ഓൺ ഡോഗ്. ടിക്സ് ഓൺ ഡോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പട്ടിയുടെ ദേഹത്തൊക്കെ ചെള്ളുകൾ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് പാരസൈറ്റിസത്തിൽ വരുന്ന കാര്യമാണെന്ന് നമുക്കറിയാം അല്ലേ. പാരസൈറ്റിസത്തിൽ. അപ്പൊ ടിക്സ് നമുക്ക് ഇവിടെ ടിക്സ് മാത്രം എഴുതി വെക്കാം. ഓർക്കിഡ്സ് ആൻഡ് മാംഗോ ട്രീ എന്ന് പറയാണ്. ഓർക്കിഡ് മാംഗോ ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാരസൈറ്റ് ആണെന്ന് നമുക്ക് എപ്പോഴും ഡൗട്ട് വരും. പക്ഷെ ഒരു കാരണം വെച്ചാലും അല്ല, ഈ മാംഗോയിൽ ഇരിക്കുന്ന ഈ ഓർക്കിഡ് ഒരു കാരണം വെച്ചാലും അവരിൽ നിന്ന് ഒന്നും ഊറ്റിയെടുക്കാനായിട്ട് പോകുന്നില്ല. അവർ ജസ്റ്റ് ഇരിക്കാൻ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം. അപ്പൊ മാംഗോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓർക്കിഡും മാംഗോയും ശരിക്കും പറഞ്ഞാൽ കമൻസാലിസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. കമൻസാലിസിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ അടുത്തത് ഫംഗൈ ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ് ചോദിച്ചേക്കാണ്. അതായത് ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലാണ്. പ്ലാന്റ്സിന് ആവശ്യമുള്ള ഫംഗസ് എടുത്തു കൊടുക്കും, ഫംഗസിന് ആവശ്യമുള്ള ഫുഡെല്ലാം പ്ലാന്റ്സും കൊടുക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വലിസം ആണ് നമുക്കറിയാം. അപ്പൊ ഫംഗൈ എന്ന് നമുക്ക് എഴുതി വെക്കാം. ഫംഗൈ റൂട്ട് എന്ന് നമുക്ക് എഴുതി വെക്കാം അല്ലെ. ഇനി അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസ് ഓൺ മാൻ, അതായത് നമ്മുടെ മനുഷ്യന്റെ തലയിലുള്ള പേൻ എന്ന് പറയാണ്. മനുഷ്യന്റെ തലയിലുള്ള പേൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ ന്യൂട്രിയൻസ് എല്ലാം ഒരു ഊറ്റി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഉറപ്പായിട്ട് ഇവരെന്താണ്, ലൈസ് ഇവിടെ വരുന്ന ആൾക്കാരാണ്, പാരസൈറ്റിസിൽ വരുന്നതാണ്. അത് നമുക്ക് എഴുതിയെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് ഹാറ്റിൽ എന്ന് പറഞ്ഞേക്കാണ്. അതായത് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ എപ്പോഴും ഒരു കൊക്ക് നടക്കും, പശു പുല്ല് മേയുന്ന സമയത്ത് അല്ലേ. അപ്പൊ നമുക്കറിയാം പശുവിന്റെ ദേഹത്ത് ഒരു കാര്യങ്ങളും ഇവർ എടുക്കാനായിട്ട് പോകുന്നില്ല. ഇവർ പശു നടക്കുമ്പോഴുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ നിൽക്കുന്നവരാണല്ലേ. അതുകൊണ്ട് പശുവിന് ഒരു ഉപദ്രവവും ഇല്ല, ഇവർക്ക് മാത്രം ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊരു കമൻസാലിസിന്റെ എക്സാമ്പിൾ ആണ് കാറ്റിൽ എഗ്രറ്റ് എന്നൊക്കെ പറയുന്നത്. കാറ്റിൽ ആൻഡ് എഗ്രറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നോക്കിയാൽ ഇതും കമൻസാലിസം. ഇനി ഒറ്റ ഒരെണ്ണമുള്ളൂ, ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ലൈക്കൻസ്. ഫംഗസും ആൽഗയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ പറഞ്ഞ പേരാണ് ലൈക്കൻസ് എന്ന് പറയുക. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടുപേർക്ക് ബെനിഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് നേരെ പറയാനായിട്ട് പറ്റും മ്യൂച്വലിസം ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗിവൺ ബിലോ ഈസ് എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ വിച്ച് ഷോസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി ചോദിച്ചേക്കുവാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു കാര്യമായിട്ട് നമ്മളെല്ലാം പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ലല്ലോ അല്ലേ. അപ്പൊ എങ്ങനെയാണ് ആൻസർ എഴുതുന്നുള്ള കാര്യമാണ് നമ്മൾ പറയുക. ഈ പറയുന്ന ചോദ്യങ്ങളുടെ ഈ മോഡലുകൾ തന്നെ എക്സാമിന് വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്പീഡിൽ തന്നെ ഈ സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് കേട്ടോ. ദെൻ അങ്ങനെ നോക്കാം. ഗിവൺ ബിലോ ഈസ് എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ വിച്ച് ഷോസ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് പോപ്പുലേഷൻ സൈസിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ്. അതിൽ 2 എണ്ണം തന്നിട്ടുണ്ട്, ഇമിഗ്രേഷൻ ആൻഡ് നേറ്റാലിറ്റി തന്നിട്ടുണ്ട്. എയും ബിയും എന്താണെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. ഇവിടെയും 2 മൈനസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എമിഗ്രേഷൻ ആണ് ഈ ബി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മോർട്ടാലിറ്റിയാണ്.
മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്ത് ആണ്. ആ ഡെത്ത് മൂലം ആ പോപ്പുലേഷൻ സൈസ് കുറയത്തേ ഉള്ളൂ. അതുപോലെ തന്നെ എമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ചു പോവുക, അതായത് ഒരു പോപ്പുലേഷൻ നിന്ന് പെർമനന്റ് ആയിട്ട് പോകുന്ന പരിപാടിയാണ് എമിഗ്രേഷൻ. അപ്പോൾ അതും എന്ത് തന്നെയാണ്, നെഗറ്റീവ് എഫക്റ്റ് തന്നെയാണ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് പോസിറ്റീവ് എഫക്റ്റ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് ജോയിൻ ചെയ്യുന്ന ആ പോപ്പുലേഷൻ കൂടെ ചേരുമ്പോൾ അവരെന്തും നന്നായിട്ട് സെറ്റായിട്ട് അവർ കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബെർത്ത് ആണ്. ഒരു കാരണം വെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ സൈസ് കുറയില്ല, കൂടത്തേ ഉള്ളൂ, പുതുതായിട്ട് ജനനം ഉണ്ടാവുന്നതാണ് അല്ലേ. ദെൻ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് contribute to an increase in the population density. അപ്പം നമ്മളിവിടെ പോസിറ്റീവ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇമിഗ്രേഷൻ ആൻഡ് നേറ്റാലിറ്റി. ഇമിഗ്രേഷൻ നേറ്റാലിറ്റി ആണ് അത് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കുറേ പ്രാവശ്യം എക്സാമിന് ഈ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ ഇത് മിസ് ചെയ്യരുത്, നോക്കിയിട്ടേ പോകാവുള്ളൂ കേട്ടോ. ഇനി ഡിഫൈൻ നേറ്റാലിറ്റി എന്ന് പറയുകയാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ എത്ര ബെർത്ത് നടന്നു, ബെർത്ത് ഇൻ എ പർട്ടിക്കുലർ ടൈം ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര ബെർത്ത് നടന്നോ അതിന് നമ്മൾ പറയുന്ന പേരാണ് നേറ്റാലിറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ടു പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്സ് മാർക്ക്ഡ് എ ആൻഡ് ബി ആൻഡ് വാട്ട് ഡസ് കെ സ്റ്റാൻഡ് ഫോർ ഇൻ ദിസ് ഡയഗ്രാം എന്ന് ചോദിച്ചേക്കണം. അതായത് ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ആൻഡ് ലോജിസ്റ്റിക് ഗ്രോത്തിന്റെയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു ജെ ഷേപ്പിലുള്ള ഒരു കർവ് നമുക്ക് കാണാൻ പറ്റും. ജെ ഷേപ്ഡ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പോണൻഷ്യൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ആണ്. ആൻഡ് ഇവിടെ ഒരു സിഗ്മോയിഡ് കർവ്, ഇല്ലെങ്കിൽ സിഗ്മോയിഡ് കർവ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ സിഗ്മോയിഡ് കർവ് എന്ന് പറയുമ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. ലോജിസ്റ്റിക്കിന്റെ ആണ്. ഓക്കെ, അപ്പൊ ജെ ഷേപ്പ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. ഇവിടെ റിസോഴ്സസ് അൺലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു. ആൻഡ് ഇവിടെയോ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് ഇവിടെ ഒരു ഇക്വേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ dn/dt = Rn ആണ് ഈ എക്സ്പോണൻഷ്യലിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ dn/dt = Rn k - n / kn എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ സിഗ്മോയിഡിന്റെ അല്ലേ. ഈ സിഗ്മോയിഡിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ലോഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ കെ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഈ കെ എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന ലൈനാണ്. അതായത് ഈ കെ മീൻസ് ക്യാരിയിങ് കപ്പാസിറ്റി. അതായത് മാക്സിമം എത്ര പേരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റുമോ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി, ഇല്ലെങ്കിൽ കെ എന്നതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ എവിടെ വരുന്നതാണ്, നമ്മുടെ എക്സ്പോണൻഷ്യൽ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ക്യാരിയിങ് കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ആയി, സെറ്റായി, റെഡി ആയില്ലേ. ഇക്വേഷനും വന്നു, ഏത് ഗ്രാഫ് ആണെന്നുള്ള കാര്യം വന്നു, അവിടെ കണ്ടീഷൻ എന്താണ്, അൺലിമിറ്റഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ വന്നു. ഇനി ഇത്ര എണ്ണമുള്ളൂ, ഇത് നോട്ട് റിയലിസ്റ്റിക് ആണ്, ലോജിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അല്ല എക്സ്പ്രഷൽ ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, റിയലിസ്റ്റിക് ആണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ, അതിന്റെ ആൻസർ ആയി. അടുത്ത ചോദ്യത്തിലേക്ക് വേഗം പോയേക്കാം. ഫിൽ ഇൻ ദ blank column in the given table with the appropriate terms given in brackets. Commensalism, Cuscuta, mutualism, lichen, parasitism, epiphytic, orchid ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കാണ്. അപ്പൊ നമുക്ക് നേരെ നോക്കാം. ഇതിലെ പോസിറ്റീവ് എന്ന് കൊടുത്തേക്കാണ്. രണ്ടും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ ഇവിടെ മ്യൂച്വലിസം ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ മ്യൂച്വലിസം അവിടെ നിന്ന് എടുത്തു. അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ ലൈക്കൻ അവിടെ എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ അത് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി അടുത്താണ് +0 എന്ന് കൊടുത്തേക്കാണ്. ഒരാൾക്ക് ബെനിഫിറ്റും മറ്റൊരാൾക്ക് 0 അല്ലെങ്കിൽ അൺഎഫക്റ്റഡും ആണെന്നുള്ള കാര്യം പറയാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് കമൻസാലിസം ആണത്. അതിനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഓർക്കിഡ് അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ എപ്പിഫൈറ്റിക് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസാലിസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. അടുത്തത് പോസിറ്റീവും മൈനസും ചോദിച്ചേക്കുവാണെങ്കിൽ നമുക്കറിയാം പാരസൈറ്റിസം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പാരസൈറ്റിസം. ആൻഡ് അതിന് കസ്ക്യൂട്ട എന്ന് പറയുന്ന പ്ലാന്റ്, അതായത് പ്ലാന്റ്സിൽ കാണുന്ന ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കസ്ക്യൂട്ട എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ആ പ്ലാന്റുകളിൽ നിന്ന് സാധനങ്ങൾ ന്യൂട്രിയൻസ് ഒക്കെ ഊറ്റി വലിച്ചെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഗിവൺ ബിലോ ആർ എക്സാമ്പിൾസ് ഓഫ് സം പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, ഐഡന്റിഫൈ ആൻഡ് ഡിഫൈൻ ദ ഇന്ററാക്ഷൻ ചോദിച്ചേക്കുവാണ്. കാറ്റിൽ, എക്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മുടെ കമൻസാലിസത്തിൽ വരുന്നതാണ്,
ദെൻ അങ്ങനെയാണെങ്കിൽ ഫിഗ് ട്രീ ആൻഡ് വാസ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത്തിമരവും അതിലുള്ള ഒരു നമ്മുടെ വാസ്പ് സ്പീഷീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മ്യൂച്വലിസമാണ്, രണ്ടുപേരും കൊടുക്കൽ വാങ്ങലുകളാണ്. ആ വാസ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്തിമരം ഇല്ല, അത്തിമരം ഇല്ലെങ്കിൽ വാസ്പും ഇല്ല. ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്തിമരത്തിന്റെ അവരുടെ പോളിനേഷൻ നടക്കുന്നത് ഇവരെ കൊണ്ടാണ്, ഈ വാസ്പിനെ കൊണ്ടാണ്. അതിന് വാസ്പിന് ആവശ്യമുള്ള ലാർവൽ സ്റ്റേജിൽ അവർക്ക് വളരാനുള്ള ഫുഡും കാര്യങ്ങളും ഒരു ലേയിങ് എഗ്ഗിന് വേണ്ടിയിട്ടുള്ള എഗ്ഗിടാനുള്ള സൈറ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ട്രീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മ്യൂച്വലിസം ആണ്. കസ്ക്യൂട്ട ഗ്രോവിംഗ് ഓൺ ഹെഡ്ജ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ പാരാസൈറ്റിസം ആണ് ഇവിടെ വരുന്നത്. പാരാസൈറ്റിസം ആണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ 3 മാർക്കിന്റെ ചോദ്യങ്ങളിൽ വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും മക്കളെ. അപ്പോൾ ഏറ്റവും നോക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് ഗ്രാഫ് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ എക്സാമ്പിൾസുകൾ തന്നിട്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതൊക്കെ ആയിരിക്കും വരിക. ഇപ്പൊ റീസെന്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് പ്രഡേറ്റേഴ്സിന്റെ ക്വാളിറ്റീസ് എഴുതുക, അല്ലെങ്കിൽ നമ്മുടെ കമൻസാലിസം അതിന്റെ ഇമ്പോർട്ടൻസ് അല്ല ഫീച്ചേഴ്സുകൾ എഴുതുക, പാരസൈറ്റിസിന്റെ നമ്മുടെ എന്താണ് അവരുടെ അഡാപ്റ്റേഷൻസ് എഴുതുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്തോളുക, ഒന്ന് നോക്കി വെച്ചോളുക. എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞേക്കുന്ന ചോദ്യങ്ങളല്ലാതെ 3 മാർക്കിൽ അവിടെ വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്തത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന ചാപ്റ്ററിലേക്ക് കടന്നേക്കാം. അവിടെ ആദ്യം ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം ഇതാണ്: Observe the figure given below. Fill in the blanks A, B, C and A, B, C in the figure എന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഏത് ടെക്നിക്ക് ആണെന്നുള്ള കാര്യം ആദ്യം നമുക്ക് നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്, PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ചോദിച്ചേക്കാണ് എയും ബിയും സിയും ഡി എന്താണെന്നുള്ള കാര്യം ചോദിച്ചേക്കാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് അറിയണം, ബി എന്താണെന്ന് അറിയണം, സി എന്താണെന്ന് അറിയണം അല്ലേ. ഇവിടെ ആദ്യം നമുക്കറിയാം, ഇവിടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞ പരിപാടി, അതായത് ഓൾറെഡി ഉള്ള ഡബിൾ സ്റ്റാൻഡിലുള്ള ഒരു DNA നമ്മൾ എന്താണ് അഴിക്കുന്ന ഒരു പരിപാടിയാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുക. ഇനി അഴിച്ചതിലേക്ക് നമ്മൾ പ്രൈമർ കൊടുത്തിട്ട് അവരെ പിന്നെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് വിടുന്ന പരിപാടിക്ക് വരുന്ന പേരാണ് അനീലിംഗ് എന്ന് പറയുക. അനീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് നമ്മൾ ഓർത്തിരിക്കുക. ദെൻ അടുത്തതാണ് ലാസ്റ്റത്തെ പരിപാടിയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈമർ അവിടെ അറ്റാച്ച് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് വീണ്ടും ഡബിൾ സ്റ്റാൻഡേർഡുള്ള രണ്ടെണ്ണമായിട്ട് മാറുന്ന പരിപാടിക്കാണ് നമ്മൾ എക്സ്റ്റൻഷൻ പ്രോസസ് എന്ന് പറയുക അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ആ നമ്മളിലുള്ള DNA നമ്പേഴ്സിനെ ഇങ്ങനെ കൂട്ടുക എന്നുള്ള പരിപാടിയാണ് അല്ലെ. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ ഒരു കാരണവശാലും മറക്കരുത്. ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ചോദിച്ചേക്കാണ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം യൂസ്ഡ് ഇൻ റിയാക്ഷൻ ചോദിച്ചേക്കുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടാക് പോളിമറൈസ് എന്ന് പറയുന്നതാണ് ആ ഒരു എൻസൈം എന്ന് പറയുക. ടാക് പോളിമറൈസ് ആണ് ആ ഒരു എൻസൈം. ടാക് പോളിമറൈസ് എൻസൈം വെച്ചിട്ടാണ് ഈ ഒരു റിയാക്ഷൻ ഫുള്ള് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ PCR ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റയർ ആണ് മക്കളെ. മസ്റ്റായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. 3 മാർക്കിലാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി അതല്ല 3 മാർക്കിൽ ചോദിച്ചിരിക്കും 2 മാർക്കിലെങ്കിലും ഈ സാധനം എന്ത് ചെയ്തും ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ EcoR1 is an example of restriction endonuclease enzyme. നെയിം ദ ബാക്ടീരിയ ഫ്രം വിച്ച് EcoR1 ഈസ് ഐസൊലേറ്റഡ് എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് മുമ്പൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. EcoR1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുത്തേക്കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എസ്കരീഷ്യ കൊളൈ RY30 എന്ന് പറയുന്ന ഒരു RY30 എന്ന് പറഞ്ഞൊരു സ്ട്രെയിനിൽ നിന്നാണ് എൻസൈമിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അറിയുക. എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് EcoR1 എന്ന് ചോദിച്ചേക്കാണ്. ആദ്യം നമ്മൾ ജീനസ് നെയിം എടുക്കുക. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ E എടുത്തു. ദെൻ സ്പീഷ്യസ് നെയിമിന്റെ 2 ലെറ്റർ എടുത്തു, CO എടുത്തു. ആൻഡ് എത്രാമത്തെ സ്ട്രെയിൻ ആണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രാമത്തെ സ്ട്രെയിൻ ആണെന്നുള്ള കാര്യം നമ്മൾ 6 സ്ട്രെയിൻ ആണെന്നുള്ള കാര്യം നമ്മൾ എടുത്തു. ആൻഡ് എത്രാമത്തെ എൻസൈം ആണ്, ഏത് എൻസൈം ആണെന്ന് എടുത്തെന്ന് അറിയാനായിട്ട് നമ്മൾ അവിടെ ഒരു നമ്പർ എടുത്തു കൊടുത്തു. EcoR1 എന്നുള്ള പേര് നമുക്ക് ആയി. അപ്പൊ നോക്കിയേ, ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ വരുന്നുണ്ട്. ആൻഡ് സ്പീഷ്യസിന്റെ 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് അടുത്തത് സ്ട്രെയിൻ ആണ്. ദെൻ എത്രാമത്തെ എൻസൈം ഏതാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിയുക. അപ്പോൾ അതെങ്ങനെയാണ് ആ പേരെടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ എവിടെ നിന്നാണ് ഇത് എടുത്തെന്നുള്ള കാര്യം, ഏത് ബാക്ടീരിയ, നെയിം ദ ബാക്ടീരിയ ഫ്രം വിച്ച് EcoR1 ഈസ് ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ എസ്കരീഷ്യ കൊളൈ ആണെന്നുള്ള കാര്യം അറിയുക. ആൻഡ് നെയിമിംഗ് പ്രൊസീജിയർ ഇത് മനസ്സിലാക്കുക. ജീനസ് നെയിം, സ്പീഷ്യസ് നെയിമിന്റെ 2 നെയിം, ആൻഡ് എത്രാമത്തെ സ്ട്രെയിൻ ആണ്, ഏത് എൻസൈം ആണെന്നുള്ള കാര്യം. ഓക്കെ, ദെൻ അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ ആൻഡ് ഇതെന്താന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതെന്താന്നുള്ള കാര്യം അല്ലേ. ഐഡന്റിഫൈ ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ദ ഫിഗർ എന്ന് ചോദിച്ചേക്കാണ്. നമുക്കറിയാം ഇത് നമ്മുടെ ബയോ റിയാക്ടർ ആണ്.
ഇത് നമ്മുടെ ബയോ റിയാക്ടർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ആൻഡ് എയും ബിയും എന്താണെന്നുള്ള കാര്യം മാർക്ക് ചെയ്യുക. ഇവിടെ എ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, ബി എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഈ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോട്ടോർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ബാക്കിയെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വെളിയിലേക്ക് പോകുന്ന സ്റ്റെറൈൽ എയറിനെയാണ് നമ്മളിവിടെ ഈ ബി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞേക്കാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ റീകോമിനന്റ് പ്രൊഡക്ട്സിനെ കൾച്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് കൾച്ചറിങ്, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് വരിക അല്ലേ. കൾച്ചറിങ് ഓഫ് റീകോമ്പിനന്റ് പ്രോഡക്ട്സ് ഇൻ ലാർജ് സ്കെയിലിൽ ഈ റീകോമ്പിനന്റ് ടെക്നോളജി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന്റെ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുക, ബയോ റിയാക്ടർ എന്ന് പറയുക. ഈ ബയോ റിയാക്ടറിൽ ആ ഒരു റീകോമ്പിനന്റ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വളരാനുള്ള ഐഡിയൽ കണ്ടീഷൻസും ന്യൂട്രിയൻസും എല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ ആണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അതിന് അടുത്തൊരു ചോദ്യം, ഗിവൺ ബിലോ ഈസ് ദ പാലിൻഡ്രോമിക് ന്യൂക്ലിയേറ്റഡ് സീക്വൻസസ്. ഓക്കെ, ആൻഡ് റൈറ്റ് ഇക്കോ അർവൻ എൻസൈംസ് കട്ട് ചെയ്യുന്ന ഒരു പാലിൻഡ്രോമിക് DNA സീക്വൻസിനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, പറഞ്ഞേക്കുന്നത്. ഡിഫൈൻ പാലിൻഡ്രോമിക് DNA ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഹൗ ഇക്കോ അർവൻ മേ കട്ട് ഇൻ ദ ഗിവൻ ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് ചോദിച്ചേക്കുവാണ്. അപ്പം ഡിഫൈൻ ഇത് ചോദിച്ചേക്കുവാണ്. അത് നമ്മൾ ആദ്യം ഇതിന്റെ കാര്യമാണ്. കോംപ്ലിമെന്ററി സ്റ്റാൻഡ് മസ്റ്റ് റീഡ് ദ ഓപ്പോസിറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മലയാളം എന്നൊക്കെ എഴുതുന്ന പോലെ, മലയാളം എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം ഇങ്ങോട്ട് വായിച്ചാലും മലയാളമാണ്, ഇങ്ങോട്ട് വായിച്ചാലും മലയാളമാണ് അല്ലേ. അപ്പൊ അതേപോലെ തന്നെയാണ് കോംപ്ലിമെന്ററി സ്റ്റാൻഡ് മസ്റ്റ് റീഡ് ദ സെയിം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആൻസർ ആയിട്ട് വരിക. കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്റ്റാൻഡ് മസ്റ്റ് റീഡ് ദ സെയിം ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിട്ട് നമുക്ക് പറയാനായിട്ട് വരും. ഇത് കണ്ടോ, നോക്കി ഇവിടെ CTTAG ഇത് കണ്ടോ, ഇങ്ങോട്ട് വായിക്കുമ്പോൾ അത് തന്നെ. അതായത് അങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് രണ്ട് സ്റ്റാൻഡ് എപ്പോഴും ഓപ്പോസിറ്റ് വായിക്കുമ്പോഴത്തേക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പാലിൻഡ്രോമിക് DNA സീക്വൻസ് എന്ന് പറയുക. ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഹൗ ഇക്കോ അർവൻ മേക്സ് കട്ട് ഇൻ ദ ഗിവൻ ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് വെച്ചേക്കുവാണ്. അതിന്റെ ഒരു ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ, ഇത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. നോക്കിയോ, ഇവിടെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തു, ദെൻ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതും കട്ട് ചെയ്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാലൻസ് വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുപേരും, അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് വരുന്ന സാധനങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കി എൻഡുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഇത് കോംപ്ലിമെന്ററി ആയിരിക്കും. ഇവിടെ കട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജിയും സിയും കണ്ടോ, ഇത് കോംപ്ലിമെന്ററി ആയിട്ട് ഈ ടിക്ക് ടി ആയിട്ട് എയും ഈ ടിക്ക് എയും ആൻഡ് ഇവിടെ മുകളിൽ ടിക്ക് എയും ആൻഡ് ഇതിന് എയും കണ്ടോ, അങ്ങനെ കറക്റ്റായിട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈക്കോ അർവൺ കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചിത്രം അവിടെ അങ്ങ് വരച്ചങ്ങ് കാണിച്ചു വെച്ചാൽ ആൻസർ ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ആർ DNA ടെക്നോളജി ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ എന്ന് ചോദിച്ചേക്കാണ്. അതായത് ഈ റീകോമിനന്റ് DNA ടെക്നോളജിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് അവിടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഇതിൽ ഏതാന്നുള്ള കാര്യം. ഐസൊലേഷൻ ഓഫ് DNA ആണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നൊരു സംഭവം. ഐസൊലേഷൻ ഓഫ് DNA ആണ് ആദ്യം വരിക. രണ്ടാമത്തെ കാര്യമാണ് അതിനെ ഫ്രാഗ്മെന്റുകളാക്കണം. ഒരു DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളതിനെ എടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ് എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്നത്. ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ ഇവനെ നമ്മൾ ലിഗേസ് ചെയ്യാനായിട്ട് പോകണം, ഒട്ടിക്കാനായിട്ട് പോവുകയാണ് അല്ലേ. ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻടു എ വെക്ടർ, ഒരു വെക്ടറിലേക്ക് ഇതിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ നോക്കണം. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറിങ് ദ DNA ഇൻടു ദ ഹോസ്റ്റ്, ഇവരെ നേരെ ആ വെക്ടർ വഴി ഹോസ്റ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് കൾച്ചർ ചെയ്യുന്ന, ലാർജ് സ്കെയിലിൽ കൾച്ചർ ചെയ്യുന്ന ബയോറിയാക്ടറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് കാണാൻ പറ്റുക. അപ്പം നോക്കി ഈ ഒരു ഓർഡർ ഐസൊലേഷൻ ഓഫ് DNA, fragmentation of DNA, isolation of DNA, decided DNA fragments, ligation of DNA fragments into a vector, and transfer the rDNA into the host, and culturing of host cells in a medium at a large scale എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ വീണ്ടും സമയം കളയാതെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Given below of a diagram shows a technique used in rDNA technology. Identify the process എന്ന് പറയുമ്പോൾ ഏത് ആൾക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ടെക്നോളജി, ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്നോളജി ഇൻ DNA? ഇതിൽ ചോദിച്ചേക്കാണ് DNA rDNA ടെക്നോളജിയിൽ ഇതിന്റെ പർപ്പസ് എന്താ ചോദിച്ചേക്കുവാണ്. അപ്പൊ നമുക്കറിയാം സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്.
ഈ DNA ഫ്രാഗ്മെന്റ്സിനെ ഇപ്പം നമ്മളിപ്പോൾ മുൻപ് കണ്ട ഈ ടെക്നോളജി ഇല്ലേ, അതിനകത്ത് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇവിടെ നമ്മൾ എന്താണ് ലോഡ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ DNA ലോഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കറണ്ട് കണക്ഷൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എല്ലാം ചാർജുകളെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം മൂവ് ചെയ്യുന്ന സമയത്ത് വണ്ണം കൂടുതലുള്ളവരൊക്കെ പയ്യെ ഓടും, വണ്ണം കുറവുള്ളവരൊക്കെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിനെ നമ്മളൊരു എന്താണ് ഒരു UV ലൈറ്റിന്റെ അണ്ടറിലൂടെ നോക്കിയിട്ട് നമ്മളൊരു എഥീഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞൊരു സ്റ്റെയിനും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രാഗ്മെന്റുകൾ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ ഇതാണ് നമ്മുടെ അഗാരോസ് ജെൽ ടെക്നോളജി. അഗാരോസ് ജെല്ലൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ള കാര്യം അറിയാലോ അല്ലേ. അഗാരോസ് ജെൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നോക്കിയേ, നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക് എന്ന് ചോദിച്ചേക്കാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ എഥീഡിയം ബ്രോമൈഡ് ആണ്. എഥീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ ആണ് നമ്മളിവിടെ ബ്രൈറ്റ് ഓറഞ്ച് കളറുള്ള നമ്മുടെ എഥീഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ അങ്ങ് എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. ദെൻ അടുത്താണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്, നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്നുള്ള ചോദ്യമാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ തവണ ഈ ചോദ്യം വന്നിട്ടുള്ളതാണ്. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ in 1990s to a 4-year-old girl with ADA ഡെഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ, അതായത് ADA ഡെഫിഷ്യൻസി ഉള്ള ഒരു കുട്ടിയിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു DNA ടെക്നോളജി ഈ നമ്മുടെ ഒരു ബയോടെക്നോളജി ജീൻ തെറാപ്പി ചെയ്ത് നോക്കിയത് അല്ലേ. ഈ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഒരു ജീനെ നമ്മൾ എന്താണ് മാറ്റി കറക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുക. ഒരു ജീന് പ്രശ്നം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക, ആ ജീനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ജീനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു കറക്റ്റായിട്ടുള്ള ജീനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് ജീൻ തെറാപ്പി. ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-year-old ഗേളിലാണ് ADA ഡെഫിഷ്യൻസി ഉള്ള, അതായത് അഡിനോസിൻ ഡൈഅമിനേസിന്റെ എൻസൈം ഇല്ലാത്ത ഒരു കുട്ടിയിലേക്കാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ADA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ADA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ADA ഡെഫിഷ്യൻസി ഉള്ള ആളെ സംബന്ധിച്ചോളം, അഡിനോസിൻ ഡൈഅമിനേസ് ഉള്ള ആളെ സംബന്ധിച്ചോളം എന്നാ പ്രശ്നം എന്താണ് സംഭവിക്കുക, അയാൾക്ക് ഇമ്മ്യൂണിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെന്റ്, അതായത് ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡുകളാണ് ഇവരെടുത്ത് നോക്കിയത്. അതായത് ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഇവർ ചെയ്തൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ADA ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്ത് നോക്കി. പക്ഷേ ADA ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കാരണം വെച്ചാൽ വർക്ക് ആവുന്നില്ല. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ക്യൂറേറ്റീവ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടെക്നോളജി ഇവിടെ വന്നതാണ്. അതായത് ഈ ലിംഫോസൈറ്റിനെ എടുത്തിട്ട്, ഈ കുട്ടീൻ്റെ ലിംബോസൈറ്റിനെ എടുത്തിട്ട് ആ ലിംബോസൈറ്റിനകത്തേക്ക് നമ്മൾ ഈ ആ പ്രശ്നമുള്ള ഡെഫക്റ്റീവ് ജീനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. അവിടെ വേറെ ജീനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് എന്ത് ചെയ്തു, സെൽ റിട്ടേണിങ്, അതായത് ഒന്നുമില്ല, ഈ കുട്ടിയിൽ നിന്ന് അവരുടെ ലിംഫോസൈറ്റ് വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ആ ഡെഫക്റ്റീവ് ജീനില്ലേ അതിനെ മാറ്റിയിട്ട് നമ്മൾ നല്ല ജീൻ സെല്ലിനെടുത്ത് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ സെല്ല് കുട്ടിയിലേക്ക് ഈ ലിംഫോസൈറ്റ് ഫുള്ള് ആ ബ്ലഡ് മുഴുവൻ കയറ്റി കൊടുത്തു. അപ്പം പ്രശ്നം എന്താണ് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോങ് ടൈമിലേക്കൊന്നും ഇത് ഓക്കെ ആയില്ല, ക്യൂറേറ്റീവ് ആയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ലിംഫോസൈറ്റിന്റെ ആയുസ് ഒരു 15 ദിവസം കഴിയുമ്പോൾ തീരും. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ പിന്നെ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ട പരിപാടി ആവശ്യമായിട്ട് വന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ജീൻ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഈ ADA ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എംബ്രിയോണിക് സ്റ്റേജിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം നോക്കാം. ഈ ജീൻ തെറാപ്പികളെല്ലാം ജീൻ ഡിഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരുന്നു കൊടുക്കുക. അപ്പം ഈ ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ADA കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, എഴുതി വെച്ച് കൊടുക്കുക. അടുത്ത ചോദ്യമാണ്, the genes of organism can be altered by manipulation. Such organisms are called genetically modified organism. List any 3 merits of ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ചോദിച്ചിരിക്കുകയാണ്. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഒരു 3 മെറിറ്റുകൾ എഴുതുക എന്നുള്ള കാര്യം പറഞ്ഞേക്കാണ്. അപ്പം നമുക്ക് വേഗം എഴുതി വെക്കാം. മെയ്ഡ് ക്രോപ്സ് മോർ ടോളറേറ്റ് ടു എബയോട്ടിക് സ്ട്രെസ്സസ്, അതായത് കോൾഡ്, സോൾട്ട്, ഹീറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെല്ലാം ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എന്താണ് ടോളറേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിനെല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിയണം. ദെൻ അടുത്തത് റെഡ്യൂസിങ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്, അതായത് ഈ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസസും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, അത് നമുക്ക് ഈസി ആയിട്ട് പറ്റുമെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അതിൻ്റെ അടുത്തത് എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ
എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ, അതായത് വൈറ്റമിൻ സി റിച്ച്ഡ് റൈസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. വൈറ്റമിൻ എ റിച്ച്ഡ് റൈസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു എഫിഷ്യൻസി എന്താണ് പറ്റും കൂട്ടാനായിട്ട്, ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമുക്കറിയണം. ആൻഡ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ മേജർ ആയിട്ടുള്ള മെറിറ്റ്സുകൾ. ഒന്ന്, ഏതൊരു സ്ട്രെസ്സിനെ അവർ ഓവർകം ചെയ്യുന്നുള്ളതാണ്. പിന്നെ മാക്സിമം പ്രൊഡക്ട്സ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ്. ദെൻ അത് തന്നെ പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ലോസ്റ്റ് ഉണ്ടാവില്ല. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്, അതായത് കറക്റ്റായിട്ട് ആ മിനറൽസിന്റെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യും, ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആക്കാതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ട്രാൻസ്ജനിക് pigs, sheep, rabbits, etc. have been produced by rDNA technology. And what are transgenic animals? Right, two benefits of transgenic animals പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീകോമ്പിനേഷൻ വഴി അല്ലെങ്കിൽ നമ്മുടെ ഈ ജീനൊക്കെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ ആക്കിയ ആനിമൽസിനാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസ്ജനിക് ആനിമൽസ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുക, അല്ലെ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ബെനിഫിറ്റ്സുകൾ മാത്രം നമുക്ക് നോക്കാം. അതായത് അസുഖങ്ങളൊന്നുമില്ലാതെ നോർമൽ ഫിസിയോളജി, അതായത് നോർമൽ ആയിട്ടുള്ള ഫിസിയോളജി എന്താണോ ആൻഡ് ഡെവലപ്മെന്റ് എന്താണോ അതൊക്കെ ഇവർ കാണിക്കും, ട്രാൻസ്ജനിക് ആണെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റ്. ദെൻ 2, സ്റ്റഡി ഓഫ് ഡിസീസസ്, അതായത് സ്റ്റഡി ഓഫ് ഡിസീസസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോസിബിൾ ആണ്. ദെൻ ബയോളജിക്കൽ പ്രൊഡക്റ്റ്, നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ കിട്ടും, അതൊരു വലിയ കാര്യമാണ്. ബയോളജിക്കൽ പ്രൊഡക്റ്റ് നമുക്കറിയാലോ, റോസി പശുവിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്കിലുള്ള ഹ്യൂമൻ ആൽബ ലാക്റ്റ് ആൽബുമിൻ അല്ല ആ ഒരു സംഭവം അതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ റോസി പശു ഒക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ആൻഡ് വാക്സിൻ സേഫ്റ്റി ഒക്കെ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. വാക്സിൻ സേഫ്റ്റി ആൻഡ് കെമിക്കൽ സേഫ്റ്റി. വാക്സിൻ സേഫ്റ്റി മാത്രമാണെന്നല്ല നമുക്ക് എന്തുകൂടി പരിചയക്കാം, കെമിക്കൽ സേഫ്റ്റിയും കൂടെ എന്ത് ചെയ്തേക്കാം, പഠിച്ചേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരുന്നോളുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രാൻസ്ജനിക് ആനിമൽസിന്റെ ബെനിഫിറ്റ്സുകൾ എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരുന്നതാണ് മക്കൾ, അത് നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ്ഡ് ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് ഇൻസുലിൻ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ എലി ലില്ലി കമ്പനി ഈ ഒരു പരിപാടി ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയണം. അതായത് ഇതൊരു ബയോടെക്നോളജി കമ്പനിയാണ്. ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അതായത് പ്രോ ഇൻസുലിനും മച്ചുവർ ഇൻസുലിനും, പ്രോ ഇൻസുലിൻ ആൻഡ് മച്ചുവർ ഇൻസുലിൻ ഇത് നമുക്ക് അറിയാവുന്നതാണ്. പ്രോ ഇൻസുലിനും മച്ചുവർ ഇൻസുലിൻ നമുക്ക് അറിയാവുന്നതാണ്. പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും സി പെപ്റ്റൈഡും എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ഉണ്ടായിരിക്കും. അതാണ് പ്രോ ഇൻസുലിൻ എന്ന് പറയുക. മച്ചുവർ ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി എ ആൻഡ് ബി പെപ്റ്റൈഡുകളെ അവിടെ ഉണ്ടാകുള്ളൂ. ആ സി പെപ്റ്റൈഡ് അവിടെ നിന്ന് ഇല്ലാതാവുന്ന ഒരു കണ്ടീഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവം എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കുകയാണ്. ഈ എലി ലില്ലി കമ്പനി എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. അതായത് ഇവർ ചെയ്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഈ എലി ലില്ലി കമ്പനി എ പെപ്റ്റൈഡ് എടുത്തിട്ട് ഇൻസുലിൻ ജീൻ എടുത്തിട്ട് ബാക്ടീരിയയിലേക്ക് വെച്ചു. അതുപോലെ തന്നെ സെയിം ബി പെപ്റ്റൈഡും എടുത്തു, ബി പെപ്റ്റൈഡ് ജീനും എടുത്ത് അതും ബാക്ടീരിയയിലേക്ക് വെച്ചു. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് ഇവരെ ജോയിൻ ചെയ്യിപ്പിച്ചു ബൈ യൂസിങ് ഡൈസൾഫൈഡ് ബോണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു.
അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉണ്ടായത്, ഇപ്പം ഒരു മച്വർ ആയിട്ടുള്ള ഒരു ഇൻസുലിൻ ഇവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ എലി ലിലി കമ്പനി എന്ന് പറഞ്ഞ ഈ ബയോടെക്നോളജി കമ്പനി ഇതൊരു പരിപാടി മനുഷ്യരിൽ നിന്ന് എ പെപ്റ്റൈഡിന്റെ ജീനും എടുത്ത് അതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തു ബാക്ടീരിയയിൽ വെച്ചിട്ട്, ആൻഡ് ഓൾസോ ബി പെപ്റ്റൈഡ് എടുത്തു അതിനെയും ബാക്ടീരിയയിൽ വെച്ചിട്ട് കൾച്ചർ ചെയ്തു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും എന്താണ് ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മച്വർ ഇൻസുലിൻ ആയിട്ട് മാറി. കണ്ടോ, എയും ബിയും ചേർന്നാലാണ് എന്താണ് മച്വർ ഇൻസുലിൻ ആകുക. എയും ബിയും സിയും ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രോ ഇൻസുലിൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ നിന്ന് സി പോയെങ്കിൽ മാത്രമേ ഇത് മെച്ചൂർ ആകൂ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അപ്പോൾ ഈ കൾച്ചർ ചെയ്യാൻ നേരത്തെ അവർ സീനെ പരിഗണിച്ചേ ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തതാണ് BT cotton is a transgenic plant which insecticidal protein named BT toxin. Name the specific gene which produce BT toxin എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ ചോദ്യം. അതായത് ആ BT toxin എന്ന് പറഞ്ഞ സാധനം, ആ BT toxin കിട്ടുന്നത് എവിടെ നിന്നാണ്, നെയിം ദ സ്പെസിഫിക് ജീൻ, അല്ലെങ്കിൽ ഏത് ജീനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഏത് ജീനാണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ക്രൈ ജീനാണ്. നെയിം ദ ഓർഗാനിസം ഫ്രം വിച്ച് ദിസ് ജീൻ ഈസ് ഐസൊലേറ്റഡ്. അതായത് നമുക്കറിയാം ബാസിലസ് തുറിഞ്ചിയൻസിസ്, അതാണ് BT സ്റ്റാൻഡ്സ് ഫോർ ബാസിലസ് തുറിഞ്ചിയൻസ് ആണ്. അപ്പോൾ ഈ ബാസിലസ് തുറിഞ്ചിയൻസിൽ നിന്ന്, ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ബാക്ടീരിയയിൽ നിന്ന് ക്രൈ ജീനെ എടുത്തു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവാണ്, പ്ലാന്റ്സിലേക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതായത് നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ബിഹൈൻഡ് ദ ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇൻ BT കോട്ടൺ എന്ന് ചോദിച്ചേക്കുവാണ്. അപ്പം ഇത് നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് പ്ലാന്റ്സിലേക്ക് ഒരു വെക്ടർ വഴി ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നു. ഐസൊലേറ്റ് ഫ്രം ബാക്ടീരിയ, ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. ആൻഡ് ത്രൂ എ വെക്ടർ ട്രാൻസ്ഫർ ടു പ്ലാന്റ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ വെക്ടറിന്റെ പേര് നമുക്കറിയാം, അഗ്രോബാക്ടീരിയം ടുമിഫീഷ്യൻസ് ആണ് ഈ ഒരു സംഭവം അറിയാം അല്ലേ. അപ്പം ഇത് ഇൻ പ്ലാന്റ് ഇറ്റ് ഈസ് ഇനാക്റ്റീവ്. ഇത് ഇനാക്റ്റീവ് ആണ്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മുടെ ഹെർബിവോറസ് ആനിമൽസിന്റെ ഗട്ട്സിലുള്ള, അതായത് വയറ്റിലുള്ള ഗട്ടിലുള്ള ഒരു ആൽക്കലൈൻ pH മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവ് ആകുള്ളൂ. അപ്പം നമുക്ക് നേരെ എഴുതുക, ഇറ്റ്സ് ആക്റ്റീവ് ഇൻ ഹെർബിവോറസ് ഗട്ട്സ്. അതിലെ ആൽക്കലൈൻ pH മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവ് ആകുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയണം. അപ്പോൾ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിന് ഇതുകൊണ്ടൊന്നും സംഭവിക്കില്ല. ആ ആനിമൽ, ആ ഹെർബിവോറിന് ഇവർ പ്രശ്നം ഉണ്ടാക്കും. അതായത് ആ ഹെർബിവോറസിനെ അവരുടെ വയറ്റിലുള്ള ആൽക്കലൈൻ pH ഇത് ജോയിൻ ആയി കഴിയുമ്പോൾ ഇത് ആക്റ്റീവ് ആവുകയും ചെയ്യും, അവരെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുക. നമ്മുടെ ഈ ട്രാൻസ്ജനിക് പ്ലാന്റ്സിലെ നമ്മുടെ ഈ BT ടോക്സിൻ എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ആ ജീനിന്റെ പേര് ക്രൈജീനാണ്. അത് ബാസിലസ് തുറിഞ്ചിൻസിൽ നിന്ന് എടുക്കുന്നു, പ്ലാന്റ്സിലേക്ക് വെക്ടർ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്ലാന്റ്സിൽ ആക്റ്റീവ് അല്ല, ആനിമൽസിന്റെ ഗട്ട്സിലെ ആൽക്കലൈൻ pH മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവ് ആകുള്ളൂ. അത്രയും മാത്രം നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി. ദെൻ എക്സ്പ്ലാന്റ് ആൻഡ് ടോട്ടിപെറ്റൻസി ആർ ടു ടേംസ് റിലേറ്റഡ് ടു ടിഷ്യൂ കൾച്ചർ. ഡിഫൈൻ ദീസ് ടു ടേംസ് എന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ എക്സ്പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the plant parts using in tissue culture. അത് സ്റ്റെം ആകാം, ലീഫ് ആകാം, റൂട്ട് ആകാം, എന്തുവാകാം. ആ ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റിന്റെ പാർട്ടിന് പറയുന്ന പേരാണ് എക്സ്പ്ലാന്റ് എന്ന് പറയുക. ദെൻ ടോട്ടിപൊട്ടൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ടു പ്രൊഡ്യൂസ് ദ എൻറ്റയർ പ്ലാന്റ്. അതായത് ഒരു പ്ലാന്റിന്റെ ഒരു സെല്ലിൽ നിന്ന് ആ ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ഫോം ആകാനുള്ള എബിലിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്നൊരു പേര് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി സൊമാക്ലോൺ എന്ന് വെച്ചിരിക്കണം, ഈ ടിഷ്യൂ കൾച്ചറിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഡോക്ടർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ജനറ്റിക്കലി സിമിലർ ടു പേരന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് സൊമാക്ലോൺ എന്നുള്ള പേര് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. സൊമാക്ലോണുകൾ എന്ന് വെച്ചാൽ അതാണ്. ഇനി ദ ഫോളോവിംഗ് ഫിഗേഴ്സ് റെപ്രസെന്റ് ദ മെച്ചുറേഷൻ ഓഫ് പ്രോ ഇൻസുലിൻ ഇൻറ്റു ഇൻസുലിൻ എന്ന് പറഞ്ഞേക്കാണ്. ഐഡന്റിഫൈ 1, 2 and 3 എന്ന് പറഞ്ഞേക്കാണ്. ഇത് നമുക്ക് കണ്ടാലേ അറിയാം, ഇത് നമ്മുടെ ബി പെപ്റ്റൈഡ് ആണ്, എ പെപ്റ്റൈഡ്, NC ആയിട്ടുള്ള ചിത്രം വെച്ച് നോക്കുവാണെങ്കിൽ ആൻഡ് ഇത് സി പെപ്റ്റൈഡ് ആണ്. ഓക്കെ, അപ്പം നോക്കി ഇവിടെ നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സി പെപ്റ്റൈഡ്, ഇത് നമ്മുടെ
ബി പെപ്റ്റൈഡ്, ഇത് എ പെപ്റ്റൈഡ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രോ ഇൻസുലിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ആൻഡ് ഹൗ ഡിഡ് എലി ലിലി കമ്പനി ഓവർകം ദ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതിനെക്കുറിച്ച് പറയാനായിട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യുന്ന കണ്ടോ, എയിൻ്റെയും ഈ ബിൻ്റെയും എയിൻ്റെയും ഇടയ്ക്ക് ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ സി എന്ത് ചെയ്തു, ഇത് എലിമിനേറ്റഡ് ആയി, ഇത് വെളിയിലേക്ക് പോയി. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പം നമ്മൾ എലി ലിലി കമ്പനിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നമ്മളിവിടെ പറയേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ 3 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഇൻ ആൻജിയോസ്പേം ചോദിച്ചേക്കുവാണ്. നമ്മൾ നേരെ നമ്മൾ ഇതിലേക്ക് കടന്നു, നമ്മുടെ സെക്ഷൽ ഡിപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലേക്ക് കടന്നേക്കുവാണ് അല്ലേ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്ഷൽ ഡിപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ വെയിറ്റേജ് തീരെ കുറവാണ് ഇവിടെ, ബിക്കോസ് അത് കഴിഞ്ഞ നമ്മുടെ എക്സാമിന് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വെയിറ്റേജ് കുറഞ്ഞു വരുന്നത്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് 3 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ഇൻ പ്ലാന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ചോദിച്ചേക്കുവാണ്. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇൻബ്രീഡിംഗ് നടക്കാതിരിക്കാനുള്ളത്. ഒന്ന് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ജനറ്റിക്കൽ മെക്കാനിസം ടു പ്രിവെന്റ് സെൽഫ് പോൺ എന്നുള്ള കാര്യമാണ്. ആൻഡ് സ്റ്റിഗ്മ ഫോർമേഷൻ ആൻഡ് ആന്തർ റിലീസ് ഈസ് നോട്ട് സിൻക്രണൈസ്ഡ്. അതായത് ഇത് രണ്ടും ഒരുമിച്ച് ഒരു കാരണം വെച്ചാലും നടക്കില്ല. അപ്പം മിഷൻ എന്താണ്, ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്കെന്ത് അറിയാം. ആൻഡ് ഡിഫറൻറ്റ് പൊസിഷൻ ഓഫ് സ്റ്റിഗ്മ ആൻഡ് സ്റ്റേമൻ. ഈ സ്റ്റേമൻ താഴെ ഇരിക്കും, സ്റ്റിഗ്മ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും അവിടെ ഈ സെൽ പോളേഷൻ നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്സ്വൽ ഫ്ലവേഴ്സ്. ഈ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പോയിന്റുകളിൽ വരേണ്ടത്. അപ്പോൾ അതിനൊരു ആമുഖവും ഒരു കൺക്ലൂഷനും ഒക്കെ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം. അതായത് എന്താണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് നമ്മൾ ആദ്യം പറയണം, അതെന്താണ് ഇംബ്രീഡിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജീസിനെയാണ് നമ്മളിങ്ങനെ പറയുക. എന്നിട്ട് ഈ 4 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. 2-3 കാര്യങ്ങളുണ്ടെങ്കിലും മാർക്ക് കിട്ടും കേട്ടോ, പേടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻസ്. ലേബൽ എ, ബി ആൻഡ് സി, ഡി എന്ന് പറഞ്ഞേക്കുവാണ്. ഇത് നമുക്കറിയാവുന്നതാണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആന്റിപോഡൽ സെൽസ് ആണ്, ആന്റിപോഡൽ സെൽസുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാർ ന്യൂക്ലിയായി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ സെല്ലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനേർഗിഡ്സിനാണ് കൊടുത്തിരിക്കുന്നത്, സിനേർഗിഡ്സ് ആണ്. ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇവിടെ ഒരു ഫിലിഫോം ഓപ്പറേറ്റേഴ്സ് കാണാം, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനിലൊക്കെ ഉള്ളത് അല്ലേ. നെയിം ദ ഡിപ്ലോയിഡ് സെൽ ഫൗണ്ട് ഇൻ എംബ്രയോസാക്. ഒരു എംബ്രയോസാക്കിലുള്ള ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളാർ ന്യൂക്ലിയ എന്ന് പറയണം. ബിക്കോസ് ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിരിക്കുന്നതുകൊണ്ട് ഇതൊരു 2n കണ്ടീഷനുള്ള ആളാണ്. അപ്പോൾ അതാണെന്നുള്ള കാര്യം നമ്മൾ ഇതാവധി അറിഞ്ഞാൽ മതി. ഈ ചിത്രം എപ്പോഴും വരാറുള്ളതാണ് മക്കളെ, ഇതൊരു കാരണം വെച്ചാൽ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ചോദ്യം, ഗിവൺ ബിലോ ആർ the features of flowers pollinated by wind, water and insect. Arrange them in corresponding columns. Pollen grains are light and non-sticky എന്ന് കൊടുത്തേക്കാണ്. ആദ്യത്തെ പോയിന്റ് ഇതാണ്, താഴെ വരണ്ടായിരുന്നു. Pollen grains are light and non-sticky എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് വിൻഡ് പോളിനേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ലൈറ്റ് വെയിറ്റ് ആണ്, പറന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ളത്. Pollen grains are sticky എന്ന് പറയുമ്പോൾ ഇത് ഇൻസെക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. Pollen grains are large ribbon like ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടറിലാണെന്നുള്ള കാര്യം, വാട്ടർ വഴിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ഒഴുകി നടക്കാൻ പറ്റണമല്ലോ. Pollen grains have a mucilage covering, അതായത് ഉണങ്ങിപ്പോകാതിരിക്കാൻ, ടു അവോയ്ഡ് വെറ്റിങ്, അത് നമ്മുടെ വാട്ടർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഫ്ലവേഴ്സ് ആർ ലാർജ് കളർഫുൾ ആൻഡ് ഫ്രാഗ്രന്റ്, അതായത് വളരെ കളർഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ ഇൻസെക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ, അട്രാക്ഷന് വേണ്ടിയിട്ട്. സിംഗിൾ ഒബ്യൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡ് ആണ്, അതായത് പറന്ന് വരുമ്പോഴത്തേക്കും ഒരുപാട് പോളഗ്രേൻ ഒന്നും കിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സിംഗിൾ ഒബ്യൂൾ ഉള്ളത് നമ്മുടെ വിൻഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഒരു ടേബിൾ എന്തായാലും കൊടുക്കും, ആ ടേബിളിൽ ഇതൊക്കെ 3 എഴുതി വെക്കാനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, അല്ലാതെ ഇങ്ങനെ മാർക്ക് ചെയ്യാനല്ല കേട്ടോ വരിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോരോ എല്ലാത്തിൻ്റെയും അറ്റ്ലീസ്റ്റ് ഒരു 5 പോയിന്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ മൈക്രോസ്പൊറാഞ്ചിയം ഈസ് സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. നെയിം ദ 4 വാൾ ലെയേഴ്സ് ചോദിച്ചേക്കുവാണ് അല്ലേ. നമുക്കറിയാം മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഏറ്റവും ഔട്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഔട്ടർ ലെയർ ആണ് എപ്പിഡെർമിസ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെയറിന് നമ്മൾ പറയുന്ന പേരാണ് എൻഡോതീഷ്യം എന്ന് പറയുക. ദെൻ അത് കഴിഞ്ഞിട്ട് കാണുന്ന കുറച്ച് ലെയറുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് മിഡിൽ ലെയേഴ്സ് എന്നൊരു പേര് നമ്മൾ കൊടുക്കും. മിഡിൽ ലെയേഴ്സ് എന്നൊരു പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെയും ഉള്ളിലായിട്ട് കാണുന്ന അടുത്ത ഒരു മൾട്ടി ന്യൂക്ലിയർ ഉള്ള കണ്ടീഷനൊക്കെയുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇവരിൽ നമ്മളുടെ ടപ്പീറ്റം എന്ന് നമ്മൾ പറയുക. ടപ്പീറ്റം ഇസ് ദ നറിഷ്മെന്റ് ടിഷ്യൂ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതിൻ്റെയും ഉള്ളിലായിട്ടായിരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂവിനെ നമുക്ക് കാണാനായിട്ട് പറ്റുക. സ്പോറോജീനസ്
ടിഷ്യൂവിനെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈ വാൾ ലെയേഴ്സ് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. എപ്പിഡെർമിസ് എൻഡോ ടിഷ്യൂ മിഡിൽ ലെയർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷനും എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും അതിൻ്റെ ഡെഗിസൻസ്, അതായത് ബ്രേക്ക് ആവുന്ന പരിപാടി, ഡെഗിസൻസുമാണ് ഇവർ ചെയ്യുന്ന പരിപാടി. ടപ്പിറ്റ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്തോളുക, അറിഞ്ഞോളുക. നറിഷ്മെന്റ് ആണെന്നുള്ള കാര്യം കൂടെ അറിയണം. ഇനി അടുത്തത് ഡിഫൈൻ ദ ഫോളോവിങ് ടേംസ് ഓട്ടോഗമി, ജീനോഗമി, സീനോഗമി എന്ന് പറഞ്ഞേക്കാണ്. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ പ്ലാന്റ്, വൺ ഫ്ലവർ, ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവറിൽ ടു റിപ്രൊഡക്റ്റീവ് ഓർഗൻ, അങ്ങനെ ഒരു കണ്ടീഷനാണ്. ജീനോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പ്ലാന്റ് ടു ഫ്ലവർ, ഒരു പ്ലാന്റിൽ 2 ഫ്ലവർ ഉണ്ടായിരിക്കും, അതിൽ ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിരിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന പോളിനേഷൻ ക്രോസ് പോളിനേഷൻ ആയിരിക്കും, ഇവിടെ സെൽഫ് പോളിനേഷൻ ആയിരിക്കും. ഇവിടെ ഒരേ പ്ലാന്റിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസിനായിരിക്കും കിട്ടുക. ആൻഡ് ഇവിടെയും ഒരേ പ്ലാന്റ് തന്നെ ആയതുകൊണ്ട് തന്നെ ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഓർഗാനിസിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. ഇനി സീനോഗമി എന്ന് പറഞ്ഞാൽ 2 പ്ലാന്റ്, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. 2 പ്ലാന്റ്, വൺ ഈസ് മെയിൽ ആൻഡ് വൺ ഈസ് ഫീമെയിൽ, ഒന്ന് ഫീമെയിലും ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ത് പോളിനേഷൻ ആണ്, ക്രോസ് പോളിനേഷൻ്റെ സഹായത്തോടുകൂടി ക്രോസ് പോളിനേഷൻ ആണ് നടക്കുക. ഇവിടെ കിട്ടുന്നത് ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിരിക്കും. ബിക്കോസ് എത്രയുണ്ട്, 2 ഡിഫറൻറ്റ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കിട്ടാനായിട്ട് പോവുക. ഓക്കെ, അത്രേ ഉള്ളൂ അത്. ഇനി അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ സെൽസ് എ ആൻഡ് ബി, റൈറ്റ് ദ എനി 2 പെക്യുലാരിറ്റീസ് ഓഫ് എ എന്ന് ചോദിച്ചേക്കുവാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് സെല്ലാണ്, പോളൻ ഗ്രെയിൻ്റെ കാര്യമാണ്. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റീവ് സെല്ലാണ്. ഓക്കെ, അപ്പോൾ എന്റെ ക്വാളിറ്റീസ് ഒക്കെ നോക്കാം. എ ആദ്യം നമുക്ക് നോക്കാം, വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ക്വാളിറ്റീസ് നോക്കാം. ഒന്ന്, ഇറ്റ് ഇസ് ലാർജ് സൈസാണ്. ആൻഡ് ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിന്റെ നമ്മൾ ജനറേറ്റീവ് സെൽ നോക്കുകയാണെങ്കിൽ സ്മോൾ ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ആൻഡ് ഇത് ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുക. ഇവിടെ എന്താണ്, സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും ഇവരൊരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും കാണപ്പെടുക. ആൻഡ് ഇവരാണ് ഇതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റുകളെല്ലാം കൊടുക്കുന്നത് ഈ പറയുന്ന എ എന്ന് പറഞ്ഞ വെജിറ്റേറ്റീവ് സെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് നമ്മൾ അവിടെ എന്ത് ചെയ്താൽ എഴുതി വെച്ചേ പറ്റുള്ളൂ. അല്ലാതെ ആദ്യത്തെ മാത്രം എഴുതിയിട്ട് രണ്ടാമത്തിൽ ഒറ്റ പോയിന്റ് എഴുതാൻ കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് 2 പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്താൽ പറ്റുള്ളൂ, എഴുതിക്കൊള്ളൂ. ഇതൊരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തോളുക, അറിഞ്ഞുകൊള്ളുക. ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി ഇൻ ദിസ് ഫിഗർ എന്ന് ചോദിച്ചേക്കാണ്. അതായത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി. എയും ബിയും, എ എന്ന് പറഞ്ഞാൽ സൈഗോട്ടാണ്, ഈ സി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ആണ്. ഇത് ഫോം ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഫോം ആവുന്നത് മെയിൽ ഗമീറ്റ് പ്ലസ് ഫീമെയിൽ എഗ്, അതായത് ഫീമെയിൽ എഗ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ് സൈഗോട്ട് എന്ന് പറയുക. ഈ ഫ്യൂഷൻ നമ്മളൊരു പേര് പറയും, സിംഗമി എന്നൊരു പേര് നമ്മൾ എന്തുണ്ട് പറഞ്ഞിട്ടുണ്ട്, സിംഗമി എന്നാണ് നമുക്ക് ഇവർക്ക് പറയുന്നൊരു പേര്. ഇനി അടുത്താണ് ഈ ബി എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ നടക്കുന്ന ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാർ ന്യൂക്ലിയായി പ്ലസ് ആൻഡ് 1 മെയിൽ ഗമീറ്റ്, ഒരു മെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഇത് രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സാധനമാണ് ഇവിടെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഇവിടെ ഉണ്ടാകുന്നതാണ് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് എന്ന് പറയും. ഇതിന്റെ പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നൊരു പേരാണ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ ട്രിപ്പിൾ ഫ്യൂഷൻ ഉണ്ടായുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പിൾ ഫ്യൂഷനും നമ്മുടെ ഈ സിംഗമിയും കൂടെ കൂടി ചെയ്താണ് നമ്മൾ എന്ത് പറയുക, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞുകൊള്ളുക. ആൻഡ് ഇനി ഇവിടെ ചോദിച്ചാൽ ലേബൽ ദ പാർട്ട് സി എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ സി എന്താണെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻഡോസ്പെം ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തോളുക, എഴുതി വെച്ചോളുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാറ്റി മാർക്ക് കുറച്ച് 2 മാർക്കിന് എല്ലാത്തിനും ചോദിക്കാം. അപ്പോൾ ഈ ഒറ്റൊരു വീഡിയോ കണ്ടാൽ നിങ്ങളുടെ 3 മാർക്കിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാണ്, റെഡിയാണ്. അപ്പോൾ ഇതുപോലുള്ള മോർ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.